ഹായ് ഹലോ ഫാമിലി ടേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കോഫി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധാരണ രണ്ട് തരം തുളസിയാണ് ഉണ്ടാവുക. സാധാരണ പച്ച ഇലയായിട്ടുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നീല തണ്ടോട് കൂടിയിട്ടുള്ളൊരു തുളസിയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണ കൃഷ്ണ തുളസി എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ കൃഷ്ണ തുളസിയുടെ ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കാപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് പൂവുള്ളതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്ന തണ്ട് കൊടുക്കുന്ന നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളറായിരിക്കും നമ്മുടെ കൃഷ്ണ തുളസിയുടെ തണ്ടിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കാപ്പി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 ഇഞ്ചി കഷ്ണം ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇല നമ്മളതിന് ഒരു തണ്ടിൽ നിന്ന് വേർപ്പെടുത്തി ഇങ്ങനെ ഇലയിക്കിട്ട് മാത്രം പറിച്ചെടുക്കാം. അതിനുശേഷം അതും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാപ്പിപ്പൊടി. അപ്പോൾ മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക നല്ലത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 സ്പൂണുള്ള കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശർക്കര അതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അതിൽ ലയിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ചൂടോടെ നമ്മുടെ കപ്പിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഇലയ്ക്കുള്ളോട് തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാപ്പി നമ്മൾ രാവിലെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആവും. അപ്പോൾ അതിന് വേണ്ടി നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക. താങ്ക് യു.